പത്തനംതിട്ട തിരുമൂലപുരത്ത് അടുമ്പട നഗറിൽ നിന്നും അരുൺ ശങ്കർ കൂടി നമുക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, എന്താണ് അവിടെ സ്ഥിതി? ഈ അടുമ്പട കോളനിയിലെ സ്ഥിതി രൂക്ഷമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ അക്കാര്യം വ്യക്തമാക്കും. ഞാൻ ഈ ദൃശ്യത്തിൽ കാണുന്ന വീട്, ആ വീട് പൂർണ്ണമായിട്ട് പാരപ്പറ്റ് വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയ 150-ലധികം വീടുകളുണ്ടെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ വള്ളത്തിലാണ് ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുക. അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. കാരണം വീട് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. വീടൊന്ന് തുറക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയില്ല. അവിടെ ഉള്ളവരെല്ലാം സമീപത്തെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വെള്ളത്തിന് ഒരു തരത്തിലുള്ള മാറ്റം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ഉയരത്തിൽ വെള്ളം കയറിയോ ആ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോഴും വെള്ളം കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ വെള്ളത്തിന് വല്ല കുറവ് വന്നിട്ടുണ്ടോ? കുറവില്ല. ഇല്ല. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ടാവും. ഈ സമീപത്തെ വീടിന് മുകളിൽ ആളുകൾ കയറി നിൽപ്പുണ്ട്. ആ വീട്ടിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചുകൂടി ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ കിട്ടും. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഈ വീട് മുങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീടുകൾ മുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം ഒരാൾ ഹൈറ്റിന് മുകളിൽ വെള്ളം മുങ്ങിക്കിടപ്പുണ്ട്. വള്ളത്തിലൊക്കെയാണ് പോകാൻ കഴിയുന്നത്. അതും സാഹസികമാണ്. കാരണം വള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വെള്ളത്തിൽ പോകും. നമുക്ക് ഈ വീടിന് മുകളിലേക്കൊന്ന് കയറി നോക്കാം. അതിന്റെ രൂക്ഷത ആ ദൃശ്യങ്ങളിൽ നിന്ന്, ആ മുകളിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. നിരവധി പേർ ഇങ്ങനെ വീടിന്റെ മുകളിലൊക്കെയാണ് ഇപ്പോൾ കഴിയുന്നത്. നിങ്ങളൊക്കെ ക്യാമ്പുകളിലേക്ക് പോയിരുന്നു, അതോ ഇവിടെ തന്നെ കഴിയണം? പോയിരുന്നു. അപ്പൊ ഈ സാധനമെല്ലാം ഇവിടെ കിടക്കുന്നതുകൊണ്ട് അത് വീട് നിൽക്കുക. അതുകൊണ്ട് പോവും. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നാ ഇവിടെ. ആണോ? അപ്പൊ അങ്ങോട്ട് പോയാലും ഇവിടെ ഇപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മള് ചെരുപ്പ് ഇവിടെ ഇട്ടു. കാരണം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ചേട്ടന്റെ വീട് താഴത്ത് നിന്ന് കയറ്റിയാണോ? അല്ല, ഇത് താഴത്ത് നിന്ന് കയറ്റിയതാണ്. സാധനങ്ങളൊക്കെ, വീട് സാധനങ്ങളൊക്കെ ഇവിടെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ക്യാമ്പ് ഇവിടെ തന്നെ പാചകം. എന്തോ ചെയ്യാനാ സാറേ, ഇതുപോലുള്ള അവസ്ഥയല്ലേ. എല്ലാ വർഷവും ഇതൊക്കെ തന്നെയാണോ? ഇപ്പം 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഇതാ വരുന്നത് ഇത് കണക്ക്. 2019 പക്ഷെ ഇത്രയും പ്രശ്നം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയത്. ക്യാമ്പിലേക്ക് പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നൈ പോകുന്നു. ഒത്തിരി ആൾക്കാരും എല്ലാം കൊണ്ടല്ലേ. പിന്നെ നമ്മളുള്ള സൗകര്യത്തിൽ നമ്മളിവിടെ നിൽക്കാനും കണ്ടുകൊണ്ട് ഭക്ഷ്യസാധനങ്ങളൊക്കെ എല്ലാം ഈ വെള്ളത്തിൽ കൂടെ നീന്തി പോയി മേടിച്ചുകൊണ്ട് കൊണ്ടുതരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ മെമ്പറൊക്കെ നല്ലോണം സഹകരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്ര അവരും ഒക്കെ കൂടെ ഇറങ്ങി നമ്മുടെ ആ കോട്ടത്തോടെ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങി. പക്ഷെ അവിടെ കുറെ പേര് സഹകരിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നു പോകുന്നത്. എന്ത് മനുഷ്യരവിടുത്തെ ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ജോലിക്ക് പോലും പോകാനൊക്കെ ഞങ്ങൾ 4 പേരും ജോലിക്ക് ഇറങ്ങേണ്ടവരാ. അവിടെ ഒരു കോട്ടത്തോട് എന്ന സ്ഥലമുണ്ട്. അവിടെ കുറെ വീട്ടുകാരെ ചേർന്നിട്ട് ബണ്ട് പോലെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണമാണ് ഈ വെള്ളം അങ്ങോട്ട് ഒഴുക്കില്ല അങ്ങോട്ട് പോകാത്തത്. മുമ്പ് ഇതുപോലെ കുറഞ്ഞ പ്രശ്നം ഉണ്ടായി. അവിടെ നാട്ടുകാരെല്ലാം കൂടെ ചെന്ന് ഇടപെട്ട് പറഞ്ഞപ്പോ കുറച്ച് വെള്ളം അവരെ പൊട്ടിച്ചൊഴുക്കി വിട്ടാണ് ഒരു പ്രാവശ്യത്തെ വെള്ളം അങ്ങ് പോയത്. പിന്നെ അവരടച്ചോണ്ടാണ് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. വെള്ളം, വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഇവിടെ നിന്ന് ആ വാഴകളൊക്കെ നിൽക്കുന്നത് കാണാം. വാഴകളൊക്കെ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരിക്കുകയാണ്. പല വീടുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളാണ്. പല വീടുകളും പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ആ വീടുകളൊക്കെ താമസയോഗ്യമാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. കൂട്ടായ ഒരു പരിശ്രമം തന്നെ. അവർ ആരോപിക്കുന്ന ഒരു കാര്യം, കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് അവിടെ ബണ്ട് പോലെ കെട്ടി ഒരു ഭാഗം അടച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനു മുൻപ് വെള്ളം വന്ന സമയത്ത് അഭ്യർത്ഥനയെ തുടർന്ന് അവരത് പൊളിച്ചു നീക്കാൻ തയ്യാറായപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോയി. ഇത്തവണയും അങ്ങനെയെങ്കിൽ അവരോട് ഇത് ആവശ്യപ്പെടുകയോ അതിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യാവുന്നതല്ലേ? ബന്ധപ്പെട്ടവരോടൊക്കെ ഇവർ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ 2018 പ്രളയത്തിന് സമാനമായ അവസ്ഥയിലൂടെയാണ് അല്ലേ? 2018 പ്രളയത്തിന്റെ അതേ അവസ്ഥ തന്നെയാണോ? 3 അടി ഉണ്ടെങ്കിൽ ഒരു 3 അടി വെള്ളം കൂടെ വന്നാൽ ഈ വെള്ളം കടയില്ലേ, കടയിൽ അവിടെ ഒരു 18 ആയി. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഈ താഴെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന ഈ പാവങ്ങളുടെ ജനത എല്ലാം വെള്ളത്തിന്റെ എല്ലാ കൊല്ലവും തോട് അടച്ചു വെച്ചേക്കുവാന്ന് പറയുന്നത്. കോട്ടത്തോട് ഇത് ഈ പീന്തറയിൽ പുഞ്ചയിലേക്ക് വെള്ളം വന്നിട്ട് പണവിലാറ്റിൽ നിന്ന് കൃഷിക്കുള്ള വെള്ളം വന്ന കോട്ടത്തോട് വഴി മുല്ലവല്ലി തോട് വഴി പോകേണ്ട വെള്ളമാണ് ഇത് കോട്ടത്തോട്ടിലെ മുനിസിപ്പാലിറ്റിക്കാർ വീട് കൊടുത്ത് എന്നിട്ട് അവര് വാടക കൊടുത്തിട്ട് അവിടെ കെട്ടി അടച്ചിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പുഷ്പരി ഹോസ്പിറ്റലുകാർ മതില് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തൊട്ടിപ്പുറം ഇറക്കി കെട്ടിരിക്കുക, ഷേഡത്തിനോട് ചേർന്നുള്ളൂ. ഈ വെള്ളം യാതൊരു കാരണവശാലും ഇപ്പൊ ഇത് ഓവർഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയും ദുരിതം ഇവിടെ മനുഷ്യനുണ്ടാകത്തില്ല. മനുഷ്യനിർമ്മിതമാണിത്. തീർച്ചയായിട്ടും ഇത് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ അവരുടെ പ്രശ്നമാണ് ഇത്.
അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത പ്രളയമാണെന്നുള്ളതാണ് ഈ പ്രദേശത്ത് അടുമ്പട കോളനിയിൽ മനുഷ്യനിർമ്മിത പ്രളയമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ കുറച്ചുകൂടെ കണ്ടാൽ വളരെ ദയനീയം തോന്നും. കാരണം വീടുകളൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വീണ്ടും വാസയോഗ്യമാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. സമീപത്ത് പുഞ്ചയുണ്ട്. ആ പുഞ്ചയിലേക്ക് പുഞ്ചകൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരുന്ന മണിമലയാറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു തോടുണ്ട്. ആ തോട് മുന്നോട്ട് പോകുന്തോറും അവിടെ പല സ്ഥലങ്ങളിലായിട്ട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാണ് ഇവിടേക്ക് വെള്ളം തള്ളിക്കയറാൻ കാരണം. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ പ്രശ്നമുണ്ടാകാൻ കാരണം. നമുക്ക് ഒരു വീടിന്റെ മേൽക്കൂര മാത്രമാണ്, ഓടിട്ട മേൽക്കൂര മാത്രമാണ് കാണാൻ കഴിയുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. ഈ വീട് അതിന്റെ മേൽക്കൂര മാത്രമാണ്. ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ ഈ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും എന്ന് പറയുന്ന പോലെയാണ് വീടിന്റെ മേൽക്കൂര മാത്രമാണ് മുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്രയ്ക്കും ദയനീയമായ അവസ്ഥയാണ്. അവരൊക്കെ തിരിച്ച് ക്യാമ്പുകളിൽ നിന്ന് വരുമ്പോൾ ഇത് കണ്ടു നിൽക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. ഒരു വള്ളമുണ്ട്. ആ വള്ളത്തിൽ ആൾക്കാരെ പുറത്തെത്തിക്കുകയും സാധനങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവര് വീടിന് മുകളിലേക്ക് ഇവിടെ ഈ വീടുകളൊക്കെ ചില വീടുകളിൽ ആളുകളുണ്ട്. രണ്ടാമത്തെ നിലയിൽ ഇത്രയും വെള്ളത്തിന് നടുക്ക് ഒരു വീടുണ്ട്. ആ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ആളുകൾ ഇപ്പോഴും കഴിയണം. അവരൊന്നും ഇങ്ങോട്ട് വന്നില്ല. ഇല്ല, അവര് വന്നില്ല. അവര് കാല് മുറിച്ച ഷുഗർ പേഷ്യന്റ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ ടച്ച് ചെയ്ത മുകളത്തെ നിലയിൽ കിടക്കുന്നു. കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു അരുൺ. ഏതായാലും അവരോടൊന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. നാട്ടിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ അവർക്ക്? ഷുഗറിന്റെ പ്രശ്നം. ഒരാള് കാല് ഒടിഞ്ഞു കിടക്കുക. അത് കാല് വീടെ എല്ലാം കമ്പിയെല്ലാം ഇട്ട് 2-3 മാസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങിയ മുകളിൽ തന്നെ കിടക്കുന്നത്. ക്യാമ്പിൽ പോയാലും അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. ചേച്ചി, നിങ്ങളൊന്നും പോകുന്നില്ലേ? ക്യാമ്പിലേക്ക് പോകുന്നില്ലേ? തളർന്നു കിടക്കുമല്ലേ? അപ്പൊ ആ ചേച്ചി പറയുന്ന അവിടുത്തെ ചേട്ടൻ തളർന്നു കിടക്കുകയാണ്. അപ്പോൾ ആ ചേട്ടനെ എടുത്തോണ്ട് പോവുക എന്നുള്ളത് വലിയ... എത്ര? മോൾക്ക് 6 വയസ്സ്. നിങ്ങൾ എത്ര? 3 പേരുണ്ടോ? 4 പേരുണ്ട്. 4 പേരാണ് ആ വീട്ടിലുള്ളത്. അവർക്ക് പുറത്ത് കിടക്കുന്നത് വലിയ പ്രയാസമാണ്. കാരണം തളർന്നു കിടക്കുന്ന ചേട്ടനാണ്. ചേട്ടനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടാണ് അവരവിടെ തുടരുന്നത്. പക്ഷെ ഒരു വെല്ലുവിളി തന്നെയാണത്. കാരണം മൊത്തവും വെള്ളത്താൽ ചുറ്റപ്പെട്ടെടുക്കണം 4 ഭാഗത്തും. അത് നല്ല രീതിയിൽ ഉയർന്നെടുക്കാൻ... ചേച്ചി ഈ താഴ്ത്തലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പണ്ടൊരു കുടിവെള്ളം എങ്ങനാ? കുടിവെള്ളവും ഭക്ഷണവും ഒന്നും കൊണ്ടു തന്നിട്ടില്ലേ ആരും? തന്നായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയാണ്. ഇല്ല, വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ അടുമ്പട കോളനിയിലെ നിരവധി പേർ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അവരുടെ വീടുകളിൽ തന്നെ കഴിയുകയാണ്. അവരെ അത്യാവശ്യമായിട്ട് അവർക്ക് സഹായം എത്തിക്കണം. കൊച്ചു കുട്ടികളുണ്ട് എന്ന് ആ ചേച്ചി പറഞ്ഞത് ബ്രെഡ് കഴിച്ച് കഴിയുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിരുന്നു. പലർക്കും കറണ്ടും ഇല്ലല്ലോ. ഫോണൊക്കെ ചാർജ് ഉണ്ടോ? കറണ്ട് ഇല്ല. അത് ഇവർക്ക് ഒരു അടിയന്തര സഹായത്തിന് വേണ്ടി ഫോൺ വിളിക്കാൻ പോലുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അധികൃതർ ഇത് കേൾക്കണം. ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഈ വീടുകളിലൊക്കെ കഴിയുന്നത്. അവർക്ക് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടണം, മരുന്ന് കിട്ടണം. അതിനൊക്കെ ഒരു ശ്രദ്ധ പതിപ്പിച്ച് കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. നിങ്ങളൊക്കെ സഹായിക്കാനുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഫോൺ ചാർജ് ചെയ്യാനോ വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 18-ലെ പ്രളയം വന്നപ്പോൾ രാത്രി 1 മണിക്ക് ഞാൻ എടുത്ത് 2ാം നില കയറ്റി കിടത്ത്. ആ രീതിയിൽ ഈ 2 കുടുംബങ്ങളുള്ള വേറെ ആൾക്കാരുണ്ട് ഇവിടെ? ഇതുകൊണ്ട് അങ്ങോട്ടും ഉണ്ടോ. കുറച്ചു പേരെല്ലാം ക്യാമ്പിൽ പോയി. ഈ വീട്ടിൽ കണ്ടു. ഈ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടായിരുന്നു, കിഡ്നി പേഷ്യന്റ്. അതിനെ കൊണ്ടുപോയി, അവരുടെ റിലേഷൻഷിപ്പുള്ള വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഇത് ഇത്രയും കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി പോയിരുന്നെങ്കിൽ ഇത്രയും ജനത്തിന് ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് കയറി ഇറങ്ങി അങ്ങ് പോവായിരുന്നു. വീട്ടു സാധനം നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഈ പ്രായമായവരും കൊച്ചു കുട്ടികളും അതെ നിത്യരോഗികളുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പറഞ്ഞാൽ അവർ തീരുമാനിച്ചു തന്നെ ഇവിടെ നിൽക്കുന്നത്. അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷെ അവർക്ക് കൃത്യമായി മരുന്നും ഭക്ഷണവും എത്തിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം. അവർക്ക് ഇന്നലെ ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ബ്രെഡ് മാത്രം കഴിക്കണം. കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഉള്ളത്.
താഴേക്ക് കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, കിണറുകൾ മൊത്തം മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാനായിട്ട് നഗരസഭ ഉൾപ്പെടെ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ നഗരസഭയാണ് ഈ ഒരു പ്രളയത്തിന് കാരണമെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ പുഞ്ചപ്പാടത്തേക്ക് വരുന്ന ആ തോട് മുന്നോട്ട് പോകുന്തോറും തടസ്സപ്പെടുന്നുണ്ട്. ആ തടസ്സം നീക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാതിരിക്കൂ. അത് പല നിർമ്മിതികൾ മൂലം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഈ കോട്ടത്തോട് തോടാണ് മുന്നോട്ട് പോകുന്തോറും തടസ്സപ്പെട്ട് കിടക്കുന്നത്. വെള്ളം ഒഴുകി പോകുന്നില്ല മുന്നോട്ട്. അപ്പോൾ അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം കയറുന്നതെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ വീടുകൾ മുഴുവനും മുങ്ങിപ്പോയിരിക്കുകയാണ്. മേൽക്കൂര മാത്രമാണ് പല വീടുകളുടെ കാണാം. അരുൺ, അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നുന്നു, അസ്വസ്ഥത തോന്നുന്നു. എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ ഇവിടെ ഈ ഒന്നാം നിലയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആശങ്കയുമുണ്ട്. അവർക്ക് വേണ്ട വിധത്തിൽ അരുൺ നേരത്തെ ചൂണ്ടിക്കാട്ടി ആ കുടുംബത്തിനടക്കം ആ മേഖലകളിൽ മുകൾ നിലയിൽ കയറി സുരക്ഷിതരായി ഇപ്പോൾ തുടരുന്നവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും അടക്കം ചെയ്തു കൊടുക്കും എന്ന് തന്നെ കരുതുന്നു. ഒരുപാട് അസുഖബാധിതരായ മനുഷ്യരെയൊക്കെ അവിടെ നിന്നും താഴേക്ക് ഇറക്കാനൊക്കെയുള്ള പാടുകൊണ്ടായിരിക്കാം പക്ഷേ അവരവിടെ തന്നെ തുടരുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ നിന്നും നിരവധി പേർ അവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഈ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോഴും അവർ പുറത്തേക്ക് പോരാൻ തയ്യാറാവാത്ത മനുഷ്യരാണ് നിരവധി പേരുള്ളത്. അവർക്ക് പക്ഷേ വേണ്ട സഹായം, ഭക്ഷണവും മരുന്നുമൊക്കെ എത്ര ദിവസത്തേക്ക് കരുതലുണ്ടെന്ന് അറിയില്ല. വെള്ളം ഇറങ്ങി പോകുന്നത് വരെ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ളതൊക്കെ നൽകുമെന്ന് കരുതുന്നു.